അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ ടിക്ക റെസിപ്പിയാണ് കേട്ടോ. സമൂസ ഉണ്ടാക്കുന്നത്, ചിക്കൻ ടിക്ക സമൂസ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ നിറച്ചായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക്ക് 2 ടീസ്പൂൺ എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ഒരു ഹാഫ് ലെമണൊക്കെ. അപ്പോൾ ഇതൊരു വലിയ ലെമൺ ആയതുകൊണ്ട് ഒരു ഹാഫിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാഫ് ആൻ അവർ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും. അതിലേക്ക് 1.5 ടീസ്പൂൺ കസൂരി മേത്തിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ തൈര് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1.25 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ലൊരു കളർ കിട്ടും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ടാൽ ക്യുമിൻ പൗഡർ ഇട്ടാൽ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ കാശ്മീരി ചില്ലി ഞാനപ്പോൾ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് തന്നെ അധികം എരിവുണ്ടാവില്ല കേട്ടോ, നല്ല കളറും കിട്ടും. നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് ആൻ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് മൂടിയിട്ട് ഫ്രിഡ്ജിൽ ഹാഫ് ആൻ അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പല വീഡിയോയിലും ഇതുപോലെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയെന്ന്. അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ ഈ വെള്ളത്തിൽ ആയി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം, ചൂടായതിന് ശേഷം കണ്ടതിൽ അരികിലൊക്കെ നമ്മൾ നന്നായി ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സിമ്മിലാക്കി വയ്ക്കുക. എന്നിട്ട് മൂടി വയ്ക്കാണ്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെങ്കിലും കൂടിയിട്ട് നമുക്കതൊന്ന് പതുക്കെ ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് പതുക്കെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നമുക്ക് സമൂസയിൽ ഫില്ല് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ആ ചിക്കനൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാളയാണെങ്കിൽ 1 ഇതൊരു ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചിക്കൻ മസാല തേച്ച പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മസാല ഉണ്ടല്ലോ, ആ മസാല ഈ ഉള്ളിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ആ മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം വെച്ചാൽ മതിയിട്ടൊന്ന് ഒരു ഉള്ളിയുടെ ഒരു ക്രിസ്പിനെസ് പോവാത്ത രീതിയിൽ നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മസാല ഇവിടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സ്മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. അത് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുവിലായിട്ട് ഒരു പാത്രത്തിൽ ചാർക്കോൾ കത്തിച്ചിട്ട് ഒരുവിധം നന്നായി കത്തിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല സ്മോക്ക് വരുമല്ലോ, ആ സമയത്ത് ഇതൊന്ന് നന്നായി അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ ഈ ചിക്കനിലൊക്കെ നല്ലൊരു സ്മോക്കിൻ്റെ ഒരു ഫ്ലേവർ വരും. നല്ല ടേസ്റ്റാണ് കേട്ടോ സമൂസ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇപ്പം നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ ചൂടാറിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക്, ഇതും ഓപ്ഷനാണ്, മൊസറല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത്
ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ സമൂസ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ആ ചീസൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മൊസറല്ല ചീസ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സമൂസയിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് കഴിക്കുമ്പോൾ. ഈ ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് സമൂസ സാധാരണ സമൂസ ഉണ്ടാക്കുന്ന പോലെ തന്നെ സമൂസേൻ്റെ ഫോൾഡ് ചെയ്തിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ആവശ്യം നേരത്തെടുത്ത് തണവ് മാറിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് സമൂസ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നാൽ ആ ചീസിൻ്റെ ഉള്ളിലുള്ള ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് തീയൊന്ന് നല്ല ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ സമൂസ ഉണ്ടാക്കുന്ന പോലെ തന്നെ സമൂസേൻ്റെ പുറമെയുള്ള കോട്ടിങ് ആ ഒരു ലീഫ് പെട്ടെന്ന് കളറ് മാറുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കുറച്ച് വെക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.